കേരളത്തിൽ ജൂൺ 4-ന് ശേഷം CPIM-ൻ്റെ തകർച്ച തുടങ്ങിക്കഴിയും എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് KPCC അധ്യക്ഷനായ കെ സുധാകരൻ. വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്ന CPIM-നെ എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി KPCC-യെയും അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് ബോധപൂർവം വരുത്തി തീർക്കാൻ അവരും അവരുടെ മാധ്യമ സിൻഡിക്കേറ്റ് ലോബിയും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അതൊന്നും കൊണ്ട് കോൺഗ്രസ്സിന് ഒരല്പം പോലും ഭയമില്ല. താൻ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തന്നെ നീക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല, അതിനൊട്ട് നടക്കുകയുമില്ല. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കും. ജനങ്ങളുടെ പിന്തുണ തനിക്കുണ്ട്. ഈ കാര്യമാണ് കെ സുധാകരൻ അറിയിച്ചിരിക്കുന്നത്. ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി തന്നെ പറയട്ടെ, കേരളത്തിലെ CPIM തകർന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിൽ എങ്ങനെയാണ് CPIM എൻ ബ്ലോക്കായി BJP-യിലേക്ക് പോയത്, അതേ കാഴ്ച തന്നെ കേരളത്തിലെ CPIM-ൽ കാണാം. പിണറായി വിജയന് അധികാരക്കൊതി മാത്രമാണ്. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കുടുംബവും മാത്രം മതി, സുഖിച്ചാൽ മതി എന്ന് കരുതുന്ന ഒരു വ്യക്തി. അതുകൊണ്ടാണ് വിദേശത്ത് സുഖവാസത്തിന് പോകുന്നത്. അതിന് ന്യായീകരിക്കാൻ സഖാവ് ബാലൻ വന്നിരിക്കുന്നു. ഭൂമി സൃഷ്ടിച്ച ദൈവം പോലും 7-ാം നാൾ വിശ്രമിച്ചു എന്ന അത്ഭുതകരമായ കണ്ടുപിടുത്തവുമായി വന്നിരിക്കുന്നു. ദൈവത്തിനെ നിന്ദിക്കുന്നവർ, ദൈവമില്ല എന്ന് വിചാരിക്കുന്നവർ ഇപ്പോൾ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഉദാഹരണ സഹിതം പുതിയ വിഷയങ്ങളുമായി രംഗത്ത് വരുന്നു. കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക എന്നാണ് കെ സുധാകരൻ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, EP ജയരാജനും BJP-യും തമ്മിലുള്ള കച്ചവടം എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഡീലിലൂടെ എത്ര സീറ്റുകളാണ് BJP-യിലേക്ക് പോകുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ മതേതരവാദികൾ ഒറ്റക്കെട്ടായി UDF-നോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും കേരളത്തിൽ BJP ഒരു അക്കൗണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുറക്കില്ല. പക്ഷേ ഇടതുപക്ഷം മൊത്തത്തിൽ BJP-യിലേക്ക് പോകുന്ന രാഷ്ട്രീയ സാഹചര്യം വന്നാൽ UDF-ന് നല്ല രീതിയിൽ പോരാടേണ്ടി വരും. അപ്പോഴും UDF കേരളത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് കെ സുധാകരൻ പറയുന്നു. ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ പറഞ്ഞു തൻ്റെ പട്ടി ബ്രൂണോ പോലും BJP-യിലേക്ക് പോകില്ല എന്നുള്ള രീതിയിലേക്ക് കൃത്യമായി കാർക്കശ്യത്തോടു കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അതെ, ആ രീതി തന്നെയാണ് കെ സുധാകരൻ അവലംബിച്ചിട്ടുള്ളത്. ആ കെ സുധാകരനെയാണ് BJP-യിലേക്ക് പോകാൻ ശ്രമിക്കുന്നയാൾ എന്ന് പറഞ്ഞ് നിരന്തരം മാർക്സിസ്റ്റ് സൈബർ സെല്ലുകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒത്താശ ചെയ്തു കൊടുക്കാൻ ചില കോൺഗ്രസ് ഏറാൻ മൂളികളും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവരെ കോൺഗ്രസ്സുകാരെന്നല്ല പറയേണ്ടത് എന്ന് സുധാകരൻ കൃത്യമായി ആവർത്തിച്ച് പറയുന്നുമുണ്ട്.